എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മുത്താറി എങ്ങനെ മുളപ്പിച്ച് പൊടിച്ചെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 3 കിലോ മുത്താറിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായും നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റാഗിയെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയായി കഴുകിയെടുക്കണം. ഇത് 5 or 6 പ്രാവശ്യം കഴുകിയെടുക്കണം. എന്നാലാണ് ഇത് നല്ല ക്ലീനായി കിട്ടുക. ഒരുപാട് അഴുക്കുണ്ടാവും ഈ റാഗിയിൽ. അപ്പോൾ ഇതാ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ രാവിലെയാണ് ഇതിങ്ങനെ ചെയ്തെടുത്തത്. ഇനി രാത്രി വരെ നമ്മളിത് കുതിർത്ത് വെക്കാൻ വേണ്ടി വെക്കണം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. നമ്മളിതാ ഇത് നല്ലതുപോലെ വെള്ളമെല്ലാം ഊറ്റിക്കളയാം. അതിനുശേഷം നമ്മൾ ഒരു തുണിയിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു അരിപ്പ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലേക്ക് ഒരു തോർത്തോ തുണിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി അരിച്ചെടുത്തിട്ടുള്ള മുത്താറി ഇട്ട് കൊടുക്കണം. ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ 2 തുണിയിലേക്ക് അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 2 തോർത്തുകളിലാക്കി കെട്ടിവെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രാവിലെ വരെ ഇതുപോലെ തന്നെ വെക്കാം. ഇത് നമുക്ക് രാവിലെ എടുത്ത് നോക്കാം. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. റാഗിയെല്ലാം നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരു 3 ദിവസത്തെ വെയിലെങ്കിലും ഇതുപോലെ നല്ലതുപോലെ കൊള്ളിച്ചെടുക്കണം. നന്നായി ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മുത്താറിയിൽ 3 ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മില്ലിലാണ് കൊണ്ടുപോയി പൊടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വൃത്തിയായി കഴുകി ഉണക്കിയ കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതേകൊണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.